നമസ്കാരം. UDF മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയെന്ന് വ്യക്തമായി. അവസാന നിമിഷം നടന്ന ട്വിസ്റ്റുകളോടെയാണ് മന്ത്രിസഭാ രൂപീകരണം തീരുമാനമായത്. സർപ്രൈസുകളുമായി കൽപ്പറ്റ MLA ടി സിദ്ദിഖും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷിന്റെയും പേരുകൾ മന്ത്രി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം. KA തുളസിയും വനിതാ പട്ടികജാതി വിഭാഗക്കാരിയായി മന്ത്രിസഭയിൽ ഇടം നേടി. റോജി M. ജോണും മന്ത്രിസഭയിലെത്തി. ചില മന്ത്രിമാരുടെ കാര്യത്തിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അവസാന നിമിഷം അതിനെല്ലാം പരിഹാരമായെന്നാണ് വ്യക്തമാകുന്നത്. മന്ത്രിസഭയിൽ KC പക്ഷം പിടിമുറുക്കിയെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിമാരുടെ പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്. കോൺഗ്രസിലെ മുസ്ലിം പ്രതിനിധി, വയനാടിനൊരു മന്ത്രി എന്നീ പരിഗണനകളാണ് സിദ്ദിഖിന് തുണയായതെന്നാണ് വിവരം. ഘടകകക്ഷികളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. ആദ്യഘട്ടം മുതലേ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ചാണ്ടിയുമ്മൻ പട്ടികയിൽ നിന്നും പുറത്തായി. ആരോഗ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന K. മുരളീധരന് വൈദ്യുതി വകുപ്പായിരിക്കും ലഭിക്കുകയെന്നാണ് ഏറ്റവും പുതിയ വിവരം. മന്ത്രിമാരുടെ പട്ടികയിൽ KC പക്ഷം പിടിമുറുക്കിയെന്നാണ് പട്ടികയിൽ നിന്നും തെളിയുന്നത്. ഘടകകക്ഷികളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി VD സതീശൻ ധനവകുപ്പും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും. മന്ത്രിസഭയിലെ രണ്ടാമനായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈയാളും. AP അനിൽകുമാർ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യും. കോൺഗ്രസ് മന്ത്രിമാരും വകുപ്പുകളും ഇങ്ങനെയാണ്: VD സതീശൻ ധനം, തുറമുഖം, നിയമം; രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്; സണ്ണി ജോസഫ് റവന്യൂ; AP അനിൽകുമാർ ആരോഗ്യം; K. മുരളീധരൻ വൈദ്യുതി; PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം; ടി സിദ്ദിഖ് വനം; ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമ വകുപ്പ്; OJ ജനീഷ് യുവജനക്ഷേമം; M. ലിജു എക്സൈസ് സഹകരണം. റോജി M. ജോണിന്റെ വകുപ്പ് ഏതെന്ന് വ്യക്തമായിട്ടില്ല. മറ്റൊരു മന്ത്രി KA തുളസിയാണ്. അതേസമയം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലും വ്യക്തത വന്നു. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവർ ലീഗ് മന്ത്രിമാരാകും. 2.5 വർഷം കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. എന്നാൽ ഏത് മന്ത്രിയാകും പകരം സ്ഥാനമൊഴിയുകയെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗ് മന്ത്രിമാരുടെ വകുപ്പ് ഏതെന്ന് മുഖ്യമന്ത്രി പിന്നീട് പ്രഖ്യാപിക്കും. VD സതീശൻ സർക്കാർ നാളെ അധികാരമേൽക്കാനിരിക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഗവർണറും മാത്രമേ പാടുള്ളൂ എന്ന് ലോക് ഭവൻ നിർദ്ദേശിച്ചു. വേദിയിൽ മറ്റുള്ളവർ പാടില്ലെന്നും ഗവർണറുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ക്ഷണിക്കപ്പെട്ട മറ്റു മുഖ്യമന്ത്രിമാരുമടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പ്രോട്ടോകോൾ ഓഫീസർ ലോക് ഭവനെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വേദിയിൽ ആരെല്ലാം ആകാമെന്നുള്ള നിർദ്ദേശം ലോക് ഭവൻ നൽകിയത്. വേദിയിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ലോക് ഭവനാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരമാക്കാൻ രാഹുൽ ഗാന്ധി, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, സിനിമാ മേഖലയിലെ പ്രമുഖർ എന്നിവരെയും UDF ക്ഷണിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വേദിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ലോക് ഭവന്റെ നിർദ്ദേശം വന്നത്. തമിഴ്നാട്ടിൽ TVKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നടന്ന ചില കാര്യങ്ങളിൽ ലോക് ഭവൻ അതൃപ്തി അറിയിച്ചിരുന്നു. അതേസമയം നേരത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാൾക്ക് പോലും മന്ത്രിസ്ഥാനം നൽകാത്തതിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. പാറക്കൽ അബ്ദുള്ളയ്ക്ക് മന്ത്രി പദവി നിഷേധിച്ചതിൽ യൂത്ത് ലീഗ് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. കുറ്റ്യാടി മണ്ഡലത്തിലെ പുറമേരിയിൽ ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. മികച്ച നേട്ടമുണ്ടാക്കിയിട്ടും കോഴിക്കോടിനെ തഴഞ്ഞു എന്നതായിരുന്നു ആക്ഷേപം. ഒരു MLA മാത്രമുള്ള ജില്ലകൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. 7-ൽ 6 സീറ്റും ജയിച്ചിട്ടും ഒരു മന്ത്രിസ്ഥാനം പോലും നൽകാത്തതിലായിരുന്നു അമർഷം. പണിയെടുക്കാൻ കോഴിക്കോടും കൂലി വാങ്ങാൻ മറ്റുള്ളവരും എന്നാണ് മുദ്രാവാക്യം ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് നിന്നും 2.5 വർഷത്തിന് ശേഷം മന്ത്രി ഉണ്ടാകുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.